ഹലോ, ജിക്കാത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് വെള്ളം ഇവിടെ സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഒന്ന് ഈ കുപ്പിയിൽ ഇതാ കാണുന്നത്, ഒന്ന് ഒരു ബോട്ടിലിൽ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും രണ്ട് കിണറിൽ നിന്ന് എടുത്ത വെള്ളമാണ്. രണ്ട് നമുക്ക് കാണുമ്പോൾ നല്ല ക്ലിയർ വെള്ളമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ വെള്ളം നല്ല ക്ലിയർ ആണെന്നാണ് നമുക്ക് പറയാൻ പറ്റുക. പക്ഷെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഇനി ഈ വെള്ളം ഒന്ന് ആദ്യമായിട്ട് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ഈ വെള്ളം ഞാൻ ഈ ബോട്ടിലിൽ എടുക്കാൻ പോവാണ്. ഈ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു 5 ml 4 മതി, 4 to 5 ml വെള്ളം നമുക്ക് ആവശ്യം. അപ്പോൾ ഞാനിതിലേക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ ഇത് ഓക്കെ ഏകദേശം 5 ml വെള്ളം നമുക്കുണ്ട്. ഓക്കെ, അതിലേക്ക് ഞാൻ ഈ റീഏജന്റ് നമുക്ക് ഒഴിക്കാൻ പോവാം. 1 2 തുള്ളിയാണ് ഇതിൽ നമ്മൾ ഒഴിക്കേണ്ടത്. 2 തുള്ളി ഒഴിച്ചു. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഇതൊന്ന് മാക്സിമം ടൈം കൊടുക്കണം. അത് മിക്സ് ആവാനുള്ള ടൈം കൊടുക്കണം. റിയേജൻറ്റ് നമുക്ക് മാക്സിമം ടൈം കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം അതിൻ്റെ കളറ് കറക്റ്റായിട്ട് ഉണ്ട്. ഇനി ഈ കളറ് മാറില്ല. ഈ കളർ ഏകദേശം മാറിക്കഴിഞ്ഞു അതിൻ്റെ ടൈമിൽ. അപ്പോൾ നമ്മൾ നോക്കൂ, ഇവിടെ നമുക്ക് ഈ കളറിനായിട്ട് മാച്ച് ചെയ്യണ ഏത് കളറാണെന്ന് നോക്കൂ. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് 4 to 5 pH 5 pH ആണ് ഇതിൻ്റെ pH ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ മാച്ച് ചെയ്യുന്ന കളർ നോക്കിയാൽ കാണാൻ പറ്റും. ഇനി അടുത്ത വെള്ളം നമ്മൾ ഈ വെള്ളം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് കുപ്പി തുറന്നു. നമ്മൾ ഈ ബോട്ടിലിൽ നേരത്തെ പറഞ്ഞ മാതിരി ഒരു 4 ml വെള്ളം എടുക്കുക. ഏകദേശം 4 ml വെള്ളമുള്ളൂ. ഇതിൽ നമ്മൾ റിയേജൻറ്റ് ഒഴിക്കാൻ പോവാണ്. നേരത്തെ അതേമാതിരി തന്നെ ഈ റിയേജൻറ്റ് 2 തുള്ളി 1 2 2 തുള്ളി നമ്മൾ ഇറ്റിച്ചു. അപ്പോൾ ഇതിൻ്റെ കളർ ലൈവായിട്ട് കണ്ടോ, കളർ മാറിയതുണ്ടോ? നേരത്തെ മുന്നേ കണ്ട വെള്ളം മാതിരിയല്ല, ഇത് ഒരു പച്ച കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പച്ച കളർ ജസ്റ്റ് ഒരു കുറച്ച് സെക്കൻഡ് നമുക്ക് ഏതുവരെ കളർ മാറും നോക്കുക. കണ്ടോ, നോക്കൂ. നേരത്തെ നമ്മൾ കണ്ടത് 5 pH ആയിരുന്നു, 5 to 5 pH ആയിരുന്നു, 4 to 5 pH. ഇപ്പോൾ ഈ വെള്ളം വരുന്നത് കണ്ടോ, നമുക്ക് വെള്ളം ഏതിനോടാണ് 7 pH ലെവലിലുണ്ട്. ന്യൂട്രൽ pH ആണ്, 7 ആണ്. ഓക്കെ, ഇപ്പോൾ 2 വെള്ളം നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഒന്ന് 5 pH കിട്ടി, ഒന്ന് 7 pH കിട്ടി. ഇപ്പോൾ നമ്മൾ 2 വെള്ളവും നമ്മൾ ചെക്ക് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ 2 ബോട്ടിൽ നിങ്ങൾക്ക് അതിൻ്റെ കളർ കാണിച്ചു തരാം. ഒന്ന് മഞ്ഞ കളറാണ് കണ്ടോ, ഒന്ന് പച്ച കളറാണ്. ഒന്ന് ക്ലോസപ്പിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഒന്ന് പച്ച കളർ, ഒന്ന് മഞ്ഞ കളറാണ്. ഓക്കെ, അപ്പോൾ ഈ 2 വെള്ളം നമ്മൾ ചെക്ക് ചെയ്തത്. ഇപ്പോൾ ഈ മഞ്ഞ കളർ എന്നുള്ളത് നമുക്ക് 5 pH ആണ് നമുക്ക് കിട്ടിയത്. ഈ പച്ച കളർ എന്ന് പറയുന്നത് 7 pH ആണ്. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വെള്ളം സാധാരണ നമ്മളുടെ വെള്ളത്തിൻ്റെ pHൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 6.5 to 6.5 to 8.5, അതായത് 6.5 to 8.5 ഇതാണ് നമ്മൾ pHൻ്റെ റേഞ്ച് ഒരു വെള്ളത്തിന് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കിണറ്റിലെ വെള്ളം ആ റേഞ്ചിലാണോ വരുന്നത്, നിങ്ങൾ കുടിക്കുന്ന വെള്ളവും ആ റേഞ്ചിൽ വരുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പല പ്രശ്നങ്ങളും, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാവും. അത് പ്രത്യേകം പറയുകയാണ്. കൂടുതൽ ടിപ്സുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വെള്ളവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അർത്ഥത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ ഞങ്ങളുടെ നമ്പർ ചേർക്കുന്നതാണ്. ഓക്കെ, ബൈ.